അത് നമ്മളിന്ന് പാവക്ക വെച്ചിട്ട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടും ക്രിസ്പി ആയിട്ടുള്ളൊരു പാവക്ക ഫ്രൈ ആട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ പാവക്ക ഞാനിങ്ങനെ കനം കുറച്ച് അരിഞ്ഞിട്ട് നടുക്കുള്ളതൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ഗരം മസാല, അരിപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ അതുപോലെ തന്നെ കുറച്ച് വിനാഗിരി, പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം, ഒരു ടേബിൾ സ്പൂണൊക്കെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ആ ഒരു അരിപ്പൊടിയും ആ ഒരു മസാലയൊക്കെ എല്ലായിടത്തേക്കും പിടിക്കുന്ന രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ 1-2 ഡ്രോപ്പും കൂടെ വെള്ളം ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, നമുക്കിപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മളൊരു പരന്ന പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം ഓരോ പാവയ്ക്കും നമ്മളിത് ഇതുപോലെ ഒന്നിങ്ങനെ നിരത്തി വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാടങ്ങ് കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നമ്മൾ നല്ല കനം കുറച്ച് അരിഞ്ഞുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ ഒരു സൈഡ് ഏകദേശം ഒന്നിങ്ങനെ മുരിഞ്ഞ് വന്നാൽ നമ്മൾ ഓരോന്നായിട്ടൊന്നിങ്ങനെ മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു കറിവേപ്പിലയും കൂടെ ഇങ്ങനെ ഫ്രൈ ആകുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവറൊക്കെയാണ്. അപ്പോൾ നമ്മൾ 2 സൈഡും ഇപ്പോൾ നന്നായിട്ടൊന്ന് മുരിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടും ക്രിസ്പി ആയിട്ടുള്ള പാവക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിനാഗിരിയും അരിപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടും ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചോറിനൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു പാവക്ക ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.